അദ്ദേഹത്തിന് അറിയില്ല അങ്ങനെ ഒരു ഫേസ്ബുക്കുള്ള കാര്യം. അത് അദ്ദേഹം അന്വേഷിക്കുമെന്നാണ് പറയുന്നത്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നാണ്. അദ്ദേഹം അന്വേഷിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിൽ CPM പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ സമാന്തരമായി വേറൊരു സുധാകരന്റെ വിഷയം ഉണ്ടാക്കി അതിനെ ഒന്ന് ഡയലൂട്ട് ചെയ്യാൻ. അല്ല, ഞാൻ പറയല്ലേ, ഞാനല്ല സംസാരിക്കുന്നത്, അങ്ങനെയല്ലല്ലോ. നിങ്ങൾ അതിൽ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിന് ശ്രമിക്കണ്ട, മനസ്സിലായി? ഇന്നലത്തെ സുധാകരന്റെ വിഷയം മറക്കാൻ വേണ്ടി ഇന്നൊരു പുതിയ സുധാകരന്റെ വിഷയം ഉണ്ടാകണം. ആ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയിട്ടാണെന്ന് സങ്കല്പിക്കുക. അതിൻ്റെ അകത്ത് എന്താ പറയുക, കണ്ണൂരിനോടുള്ള ഒരു വികാരപരമായ കാര്യമാണ്. അവിടെ ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെട്ടത് കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ മാത്രമല്ലല്ലോ, കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രമല്ലല്ലോ, ആ ജില്ലയിലെ ഒട്ടാകെയുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ അതിന് വ്യാഖ്യാനം കൊടുത്ത് ഇന്നലത്തെ ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അത്രയല്ല, ഒരാൾ ചോദിക്കുകയാണ്, ഒരു മര്യാദ കാണിക്കുക പ്ലീസ്. ചർച്ചകളിൽ പങ്കെടുക്കാൻ അദ്ദേഹം തിരികെ ഡൽഹിയിലേക്ക് മടങ്ങി വരുന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം ചർച്ചകളിലല്ല, അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാ കാര്യവും അദ്ദേഹം നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്, ലീഡർഷിപ്പിനോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് എപ്പോഴും ഡൽഹിയിൽ വരെ അദ്ദേഹം MP അല്ലേ. അതൊന്നും നിങ്ങളോട് നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റില്ലല്ലോ. ഒരുപാട് പേര് മത്സരിക്കാൻ ആഗ്രഹം പങ്കുവച്ചിട്ടുണ്ട്. ചിലർ വേണ്ട എന്ന് പറയുന്നത് അതൊന്നും നിങ്ങളോട് നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെ അകത്തൊരു അനൗചിത്യമില്ല. ഓരോ വ്യക്തികൾ വന്ന് ഞങ്ങളോട്, കോൺഗ്രസ് നേതാക്കന്മാരോട് വ്യക്തിപരമായി പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ചെയ്യാൻ പാടില്ല. അതിലൊരു ഇംപ്രോപ്രൈറ്റി ഉണ്ട്, അനൗചിത്യമുണ്ട്, അത് ചെയ്യാൻ പാടില്ല. നമസ്കാരം. കേരളത്തിലടക്കം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുവാൻ കേവലം മണിക്കൂറുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആ തീരുമാനം ഉണ്ടാകും, പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. ഇതിനിടയിൽ കേരളത്തിലെ എല്ലാ മുന്നണികളും തെരഞ്ഞെടുപ്പിന് നേരിടുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. പലയിടങ്ങളിലും പല മുന്നണികളുടെയും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പലയിടങ്ങളിലും ചൂടേറിയ ചർച്ചകൾ നടക്കുന്നു. ചർച്ചകൾക്കിടയിൽ നിന്ന് പല മുതിർന്ന നേതാക്കളും പിണങ്ങിപ്പിരിഞ്ഞു പോകുന്നു. തങ്ങൾക്ക് മത്സരിക്കണം എന്നുള്ള ആവശ്യം കേന്ദ്ര നേതൃത്വം അംഗീകരിക്കുന്നില്ല. മറ്റു പലരും പാർട്ടി വിട്ടുപോകുന്നു. ആലപ്പുഴയിൽ CPM-ന്റെ മുതിർന്ന നേതാവായ G. സുധാകരൻ CPM-ന്റെ 63 വർഷമായിട്ടുള്ള പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് പുറത്തുപോയി ഇക്കുറി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ള വിവരം അദ്ദേഹം തന്നെ മാധ്യമ സമ്മേളനം വിളിച്ച് പ്രഖ്യാപിക്കുന്നു. കണ്ണൂരിലെ കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് അഥവാ കണ്ണൂരിലെ കോൺഗ്രസിന്റെ പര്യായമായ K. സുധാകരൻ ഡൽഹിയിൽ നടന്ന സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് ശേഷം പിണങ്ങിപ്പിരിഞ്ഞ് കണ്ണൂരിലെത്തി അദ്ദേഹം ഒരു FB കുറിപ്പിട്ടിരിക്കുന്നു. കണ്ണൂർ എന്റെ ജീവരക്തമാണ് എന്നൊക്കെ തരത്തിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെതായി വന്ന ഒരു FB കുറിപ്പ് ചർച്ചാ വിഷയമാകുന്നു. എന്നാൽ ഈ വിഷയം മാധ്യമങ്ങൾ പ്രതിപക്ഷ നേതാവായ VD സതീശനെ കണ്ടപ്പോൾ ഉന്നയിക്കുകയുണ്ടായി. VD സതീശൻ അതിന് പറഞ്ഞ ഉത്തരം ഞെട്ടിക്കുന്നതായിരുന്നു. K. സുധാകരൻ അത്തരത്തിലൊരു FB കുറിപ്പ് ഇട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ഒരു FB കുറിപ്പ് വന്നതായി എനിക്കറിയില്ല, ഞാൻ അന്വേഷിക്കട്ടെ എന്നാണ് K. സുധാകരൻ കോൺഗ്രസ് വക്താക്കളോട് പറഞ്ഞത് എന്നാണ് VD സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത്. ഇനിയിപ്പോൾ ആ കുറിപ്പ്, FB കുറിപ്പ് K. സുധാകരൻ്റേത് തന്നെയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും അതിൽ കോൺഗ്രസ് പാർട്ടിക്ക് എതിരായി ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ എന്താണ് ഉള്ളത് എന്നുകൂടി VD സതീശൻ മാധ്യമങ്ങളോട് ചോദിച്ചു. കണ്ണൂരിന് വേണ്ടി, കണ്ണൂരിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം നിലകൊണ്ട കാര്യവും എങ്ങനെയാണ് കണ്ണൂരിൽ അദ്ദേഹം കോൺഗ്രസ് വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചത് എന്നുള്ള കാര്യങ്ങളുമാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അല്ലാതെ അത് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് എതിരായുള്ള ഒരു പ്രഖ്യാപനമായി അത് വായിച്ച ഞങ്ങൾക്കാർക്കും മനസ്സിലാകുന്നില്ല എന്നാണ് VD സതീശൻ പറഞ്ഞത്. അതിലെവിടെയെങ്കിലും അദ്ദേഹം മത്സരിക്കുന്ന കാര്യമോ സീറ്റ് തർക്കത്തിന്റെ കാര്യമോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് മാധ്യമങ്ങൾ അവരവരുടെ യുക്തിക്കനുസൃതമായി വ്യാഖ്യാനിക്കുന്നു, അതായിക്കോളൂ, ഞങ്ങൾക്ക് അതിൽ പരാതിയില്ല. എന്നാൽ CPM-ലെ 63 വർഷത്തെ പാരമ്പര്യം ഉപേക്ഷിച്ച് CPM-ന്റെ ഉന്നത നേതാവും മുൻ മന്ത്രിയുമായിരുന്ന G. സുധാകരൻ പാർട്ടി വിട്ട് പുറത്തു പോകുമ്പോൾ അതിനെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിന് സമാനമായ രീതിയിൽ കോൺഗ്രസിനകത്തും ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് തെക്ക് ഒരു സുധാകരൻ പാർട്ടിയിൽ നിന്നും പുറത്തു പോയിട്ടുണ്ടെങ്കിൽ വടക്ക് കോൺഗ്രസിൽ നിന്നും മറ്റൊരു സുധാകരൻ പുറത്തു പോയിട്ടുണ്ട് എന്നുള്ള ഭാഷ്യം ചമയ്ക്കുവാൻ വേണ്ടി മാധ്യമങ്ങൾ മുതിരേണ്ട. അങ്ങനെ ഒരു സംഭവം ഇതിലില്ല. സുധാകരൻ ചില തുറന്നു പറച്ചിലുകൾ നടത്തിയത് തൻ്റെ കണ്ണൂരിലുള്ള വൈകാരികമായ ആവേശമാണ്. കണ്ണൂരിൽ താൻ പാർട്ടിക്ക് വേണ്ടി എന്താണ് ചെയ്തത്, പാർട്ടിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്തത്, CPM പോലുള്ള പാർട്ടികൾ കണ്ണൂരിലുള്ള കോൺഗ്രസ്സുകാരോട് പെരുമാറിയ രീതി, കണ്ണൂരിന് വെട്ടിയൊതുക്കാൻ വേണ്ടി അവരെന്താണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് അതിൽ കുറിച്ചിരിക്കുന്നത്.
ഇനിയിപ്പോൾ പാർട്ടിയിൽ ആരൊക്കെ നേതാക്കൾ മത്സരിക്കണം വേണ്ട, പാർട്ടിയോട് അങ്ങനെ ആരെങ്കിലും അഭ്യർത്ഥിച്ചിട്ടുണ്ടോ, അതാരൊക്കെയാണ് എന്ന് ഒരു കാരണവശാലും മാധ്യമങ്ങളോട് വെളിപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കില്ല. കാരണം അതിലൊരു അനൗചിത്യമുണ്ട്. ആരൊക്കെ മത്സരിക്കാൻ താല്പര്യം കാണിച്ചു, ആരൊക്കെ മത്സര രംഗത്ത് നിന്ന് പിന്മാറാൻ താല്പര്യം കാണിച്ചു എന്നുള്ളത് ഒരു കാരണവശാലും പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ചർച്ച ചെയ്യേണ്ടതില്ല. അത് ഒരു കാരണവശാലും ഔചിത്യപൂർണമല്ല, അനൗചിത്യ കാരണം. അതുകൊണ്ട് നിങ്ങളോടാരും അത്തരം കാര്യങ്ങൾ നിങ്ങളോട് വ്യക്തമാക്കാൻ സാധിക്കില്ല എന്നാണ് വി ഡി സതീശൻ വ്യക്തമാക്കിയത്. വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കെ സുധാകരൻ ഉയർത്തിയ, അല്ലെങ്കിൽ കെ സുധാകരൻ കേരളത്തിന്റെ പൊതുബോധത്തിൽ ഉയർത്തിവിട്ട FB കുറിപ്പിനെ കുറിച്ചുള്ള ചോദ്യത്തെക്കുറിച്ചും അതിന്റെ വിമർശനങ്ങളെക്കുറിച്ചും വിവാദങ്ങളെക്കുറിച്ചും കൃത്യമായി തന്നെയാണ് മാധ്യമങ്ങൾക്ക് മറുപടി നൽകിയത്. വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് കെ സുധാകരന്റെ FB കുറിപ്പിനെ കുറിച്ച് നൽകിയ മറുപടിയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് അറിയില്ല അങ്ങനെ ഒരു ഫേസ്ബുക്കുള്ള കാര്യം. അത് അദ്ദേഹം അന്വേഷിക്കാമെന്നാണ് പറയുന്നത്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നാണ്. അദ്ദേഹം അന്വേഷിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് കൃത്യമായ പാർട്ടിയോടുള്ള കൂറും നിലപാടുമുള്ള ആളാണ് അദ്ദേഹം. ഞങ്ങളോട് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഒരു ജി സുധാകരൻ്റെ വിഷയം ഉണ്ടാക്കി അതിൽ CPM പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ സമാന്തരമായി വേറൊരു സുധാകരൻ്റെ വിഷയം ഉണ്ടാക്കി അതിനെ ഒന്ന് ഡയലൂട്ട് ചെയ്യാൻ. അല്ല, ഞാൻ പറയല്ലേ, ഞാനല്ല സംസാരിക്കുന്നത്, അങ്ങനെയല്ലല്ലോ. നിങ്ങൾ അതിൽ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് നിങ്ങളതിന് ശ്രമിക്കണ്ട. മനസ്സിലായി? ഇന്നലത്തെ സുധാകരൻ്റെ വിഷയം മറക്കാൻ വേണ്ടി ഇന്നൊരു പുതിയ സുധാകരൻ്റെ വിഷയം ഉണ്ടാകണം. പുള്ളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ അതാണെങ്കിൽ തന്നെ അതിൽ കണ്ണൂർ മത്സരിക്കുമൊന്നുമല്ലല്ലോ. അദ്ദേഹം കണ്ണൂരിനോടുള്ള വികാരപരമായ ഒരടുപ്പം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം ഇട്ടിരിക്കുകയാണ്. അദ്ദേഹം അവിടുത്തെ MP അല്ലേ. അദ്ദേഹം അല്ലല്ല, ഇവിടെ ഇന്ന് വെള്ളിയാഴ്ച മടങ്ങിപ്പോണ്ടേ, എല്ലാ MP മാരും മടങ്ങിപ്പോയി. ഇന്ന് അദ്ദേഹം വരുമെന്നേ. നിങ്ങൾക്ക് അദ്ദേഹത്തിന് ഇന്ന് പോയി എത്ര MP മാര് വെള്ളിയാഴ്ച പോകുന്നു? നിങ്ങൾ ഓരോന്നിനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യാഖ്യാനം കൊടുക്കാം. ഞങ്ങൾക്ക് ആർക്കും ഒരു തർക്കം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യാഖ്യാനം കൊടുക്കുക, ഏത് വ്യാഖ്യാനം വേണമെങ്കിൽ കൊടുക്കാം. മനസ്സിലായില്ലേ? അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയിട്ടാണെന്ന് സങ്കല്പിക്കുക. അതിൻ്റെ അകത്ത് എന്താ പറയുക, കണ്ണൂരിനോടുള്ള ഒരു വികാരപരമായ കാര്യമാണ്. അവിടെ ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെട്ടത് കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ മാത്രമല്ലല്ലോ, കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രമല്ലല്ലോ, ആ ജില്ലയിലെ ഒട്ടാകെയുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ അതിന് വ്യാഖ്യാനം കൊടുത്ത് ഇന്നലത്തെ ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം ചെയ്യാം. അത്രയല്ല, അതിലപ്പുറമൊന്നുമില്ല. എനിക്ക് അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലല്ല, താങ്കളോട് പറയേണ്ട ആവശ്യമുണ്ടോ? താങ്കളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ആരൊക്കെ മത്സരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത് അങ്ങയോട് പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ഒരാൾ ചോദിക്കുകയാണ്, ഒരു മര്യാദ കാണിക്കുക പ്ലീസ്. ചർച്ചകളിൽ പങ്കെടുക്കാൻ അദ്ദേഹം തിരികെ ഡൽഹിയിലേക്ക് മടങ്ങി വരും എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം ചർച്ചകളിലല്ല. അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാ കാര്യവും അദ്ദേഹം നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്, ലീഡർഷിപ്പിനോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് എപ്പോഴും ഡൽഹിയിൽ വരെ അദ്ദേഹം MP അല്ലേ. അതൊന്നും നിങ്ങളോട് നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റില്ലല്ലോ. ഒരുപാട് പേര് മത്സരിക്കാൻ ആഗ്രഹം പങ്കുവച്ചിട്ടുണ്ട്. ചിലർ വേണ്ടാന്ന് പറയുന്നത് അതൊന്നും നിങ്ങളോട് നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെ അകത്തൊരു അനൗചിത്യമില്ല. ഓരോ വ്യക്തികൾ വന്ന് ഞങ്ങളോട്, കോൺഗ്രസ് നേതാക്കന്മാരോട് വ്യക്തിപരമായി പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ചെയ്യാൻ പാടില്ല. അതിലൊരു ഇംപ്രോപ്രൈറ്റി ഉണ്ട്, അനൗചിത്യമുണ്ട്. അത് ചെയ്യാൻ പാടില്ല. വേറെ എന്തെങ്കിലും വിഷയം ചോദിക്കും. ഇതില്ല, എത്രയേ ഉള്ളൂ. വേറെ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കും.